FIR ഇതുവരെ എഴുതിയിട്ടില്ലെന്നാ DYSP അദ്ദേഹം പറഞ്ഞത്. പറ, പ്രതിയാകണോ അതോ സാക്ഷിയാകണോ? അതിന് സമയമില്ല അല്ലേ ആന്റണി? അതെ സാർ. എടോ, ഭാരത് വിഷന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ രേണുക തന്ന വിഷ്വൽസും റിപ്പോർട്ടും അവളെ വിശ്വസിച്ച് നിങ്ങൾ ഏറെ ചെയ്തു. വേറൊന്നും നിങ്ങൾക്കറിയില്ല. ചാനൽ ഹെഡ് എന്ന നിലയിൽ ഷൂട്ട് ചെയ്യാൻ വേണുവിനെ നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുമില്ല. അത്രേ ഉള്ളൂ. നാളെ മുതൽ ഭാരത് വിഷൻ ഭംഗിയായി നടത്തിക്കൊണ്ടും പോകാം. എന്താ? അവരെവിടെ ഉണ്ട്? വേണു രേണുകയും അവർ ഓടിക്കൊണ്ടേയിരിക്കല്ലേ. അവർക്ക് പുറകെ ഞങ്ങളാരും പോകുന്നില്ല. സോറി സാർ, ഞാൻ അവരുടെ പുറകെ ഓടിക്കൊണ്ടേയിരിക്കുക. അത് ശരി, അപ്പൊ ഈ കൂടിക്കാഴ്ചക്ക് വേണ്ടിയാണല്ലേ ഇയാളെ പോലീസ് ക്ലബിലേക്ക് എഴുന്നള്ളിച്ചത്? അല്ല സാർ, കമ്മീഷണർക്ക് ചോദ്യം ചെയ്യണമെന്ന് സാർ. ഞാനെന്തിനാ അവരുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് സാർ ചോദിച്ചില്ല. മറ്റൊന്നുമല്ല, ചാവാത്ത ഒരുത്തനെ ചത്തൂന്ന് കാണിച്ച് സിനിമ ഓടിക്കേണ്ട ആവശ്യം അവർക്ക് ഉണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ട് നേരിട്ട് കണ്ട് ചോദിച്ചറിയാന്ന് കരുതി. പിന്നെ പെട്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. സമയം കുറച്ചേ ഉള്ളൂ, എനിക്കും തനിക്കും. കേട്ടാ? അതെ, ഇന്ന് രാത്രി 10 മണി ന്യൂസ് നമ്മളൊരു ന്യൂട്രൽ ലൈൻ പിടിച്ചങ്ങ് പോയാൽ മതി. ഒരു കാര്യം, എക്സ്ക്ലൂസീവിനും പോപ്പുലാരിറ്റിക്കും വേണ്ടിയുള്ള രേണുകയുടെ അത്യാർത്ഥി അതൊന്ന് എംഫസൈസ് ചെയ്തേക്ക്. പിന്നെ വേണു വേറെ ഒരു ക്യാമറമാൻ അവര് കാണിച്ചു കൊടുത്ത് ഷൂട്ട് ചെയ്തു. അവനെ പ്രൊട്ടക്ട് ചെയ്തേക്കണം. പറ്റിയ നമ്മളൊരു ബോംബ് ഇടും. വേണുവിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഇവിടെ സ്റ്റുഡിയോയിൽ വെച്ചാണോ? നീ ഭാര്യച്ചാരെ അന്വേഷിക്കണ്ട. വൈകുന്നേരത്തെ ന്യൂസിലുള്ള സാഹിത്യം ഉണ്ടാക്കാൻ നോക്ക്. ചെല്ലേ എല്ലാവരും. ശമ്പളം കിട്ടിയില്ലെങ്കിൽ അവന് വലിയ കുറച്ചില്ല. ഹലോ സാർ. ഋഷി, ഏത് നിമിഷവും നിന്റെ സ്റ്റുഡിയോ പോലീസ് റെഡി. വേണുവിനെ പൊക്കുക എന്നുള്ള ഉദ്ദേശം. പണിയുണ്ട്. ആരോ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ച ക്യാമറ പിടിച്ച് വാങ്ങിച്ചത്. പോകാൻ നേരത്തെ ടേപ്പ് ഒരു മാറ്റിയിട്ട് അത് തിരിച്ചു കൊടുത്താൽ മതി. ഇന്ദു, സൗണ്ട് റെഡി അല്ലേ? PCR വിജിലിലായിരിക്കണം. അവർ എന്തെങ്കിലും ശേഷം മാത്രം അപ്പ് ചെയ്താൽ മതി. ആരെയും അകത്തേക്ക് വിടണ്ട, പുറത്തേക്കും. എന്താ സാർ? വേണോ അവിടെ? ഏത് വേണം? ഏതൊക്കെ വേണമെന്ന് നീ അറിയും. ഇന്ദു, വേണു വിളിക്കാം. എന്താ സാർ പ്രശ്നം? ഉപദ്രവിക്കരുത് സാർ, വെറും പാവ. സാർ, വേണു. എന്താ സാർ ഇത്? എന്താ സാർ? നീ എന്താ ആളെ കളിയാക്ക? എവിടെവൻ? റോയിറ്റേഴ്സിന്റെ സ്റ്റിങ്ങർ. റോയിറ്റേഴ്സിന്റെ സ്റ്റിങ്ങർ എങ്ങനെ സാർ ഇവിടെ ഉണ്ടാവുക? ചിലപ്പോൾ ഭാരതഭൂഷൺ സ്റ്റുഡിയോയിൽ കാണാം. പേശം കെട്ടെടുത്തെടുക്കരുത്. ഞാൻ അവൻ ഒരേ ഫ്രണ്ട് അല്ലേ നീ? റെഡി വിട്. അങ്ങോട്ട് നോക്കിയേ, ലൈവ് പോയിക്കൊണ്ടിരിക്കുക. മിസ്റ്റർ ഋഷികേഷ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനൽ പ്രവർത്തന നിലയ്ക്ക് താങ്കൾ പോലീസിനെ സഹായിക്കേണ്ടതല്ലേ? പോടാ വാപ്പേ, ഞാൻ വളർത്തിയിട്ട് നീ കുറെ പിടിക്കും. നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ എങ്ങനെ? സുധി, ഋഷിയുടെ ഓടി കൊട്ടി. ഇനി തെറിയുടെ പൂരായിരിക്കും. ഓക്കെ മിസ്റ്റർ ഋഷികേഷ്, എന്തെങ്കിലും വിവരം കിട്ടി അറിയിക്കണേ. ഇതാണ് എന്റെ നമ്പർ. അപ്പൊ ഓക്കെ, കാണാം. സാർ നോക്കിടക്ക് അണ്ടറിനകത്തോണ്ട ക്യാമറ വെക്കുന്നു രണ്ടികള്. എക്സ്ക്ലൂസീവിന് വേണ്ടിയുള്ള നീചമായ മത്സരബുദ്ധിയാണ് ഭാരത് വിഷന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ രേണുകയെ ഈ കുടുക്കിൽ ചാടിച്ചതെന്ന് നമുക്ക് ന്യായമായും സംശയിക്കാം. ഇതിന്റെ പേരിൽ മൊത്തം മാധ്യമപ്രവർത്തകരെയും വേട്ടയാടുന്ന പോലീസ് നടപടിയാണ് നിങ്ങൾ ഇപ്പോൾ ഈ സ്റ്റുഡിയോയിൽ കണ്ടത്. സ്റ്റുഡിയോ വിട്ടു പോകുന്നതിന് മുമ്പ് DYSP ബെന്നി തരകൻ എന്നെ എഴുതി കാണിച്ച പേപ്പറാണിത്. പുറത്തേക്ക് വാടാ പട്ടി എന്നാണ് അദ്ദേഹം ഇതിൽ എഴുതിയിരിക്കുന്നത്. നാളെ NPA ന്യൂസ് അവറിൽ എന്നെ കണ്ടില്ലെങ്കിൽ പ്രിയ പ്രേക്ഷകരെ, ഞാൻ അന്യായമായ പോലീസ് കസ്റ്റഡിയിലായിരിക്കുമെന്ന് അറിയുക. ഇപ്പോൾ വ്യാജ വാർത്താ സംഭവത്തെക്കുറിച്ച് നമുക്ക് പുതിയ വിവരങ്ങൾ ലഭിക്കുകയാണ്. വിവാദ കൊലപാതകം പകർത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ഇപ്പോൾ പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന റോയിറ്റേഴ്സിന്റെ ക്യാമറമാൻ വേണു ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരും. ഹലോ വേണു. ക്ഷമിക്കണം, ഞങ്ങളുടെ സാങ്കേതിക പ്രവർത്തകർ ലൈൻ കണക്ട് ചെയ്യുകയാണ്. ഹലോ 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 വേണു,
ഹലോ ഹലോ വേണു കേൾക്കാമോ? ഒരു കുപ്പി ബ്രാൻഡിങ്ങിൽ എത്തിക്കട കോപ്പേ. ഹലോ ഹലോ മനുഷ്യന് പ്രാന്തെടുത്തിരിക്കുക. ഇവിടെ അടുത്ത് ഞണ്ണ ഒരു തേങ്ങയില്ല. ദരിദ്രവാസി. ഹലോ എന്താടാ കേൾക്കാൻ വയ്യേ? ആ കേൾക്കാം, പറയൂ വേണു. സത്യത്തിൽ അന്ന് രാത്രി എന്താണ് ഉണ്ടായത്? എന്തുണ്ടാക്കാൻ? അതൊക്കെ ആ കള്ളപ്പിള്ളയുടെ നാടകമായിരുന്നടാ. ചെന്ന് ചാടിക്കൊടുത്ത എന്നെ വേണം ചവിട്ട. ഹലോ വേണു. ഹലോ ഹലോ ദണ്ഡി. ഈ ഒരു അവസ്ഥയിൽ വേണുവിന് എന്താണ് പറയാനുള്ളത്? സ്വന്തം സുഹൃത്തിന്റെ പേഴ്സണൽ ഫോൺ കോൾ വരെ എക്സ്ക്ലൂസീവിന് ഉപയോഗിക്കുന്ന നികൃഷ്ട സ്വഭാവമുള്ളവർ നമ്മൾ മാധ്യമ പ്രവർത്തകർക്കിടയിലുണ്ട്. ആ ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ തന്നെ ഇത്തരം കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാവും. നന്ദി മിസ്റ്റർ വേണു. മറ്റു വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ചെറിയൊരു ബ്രേക്ക്. സർ കാക്കനാട് സ്കൈലൈൻ അപ്പാർട്ട്മെന്റ്. സർ, വേണുവിന്റെ ഒളിസംഗീതം ട്രേസ് ചെയ്തു. കാക്കനാട്ടെ സ്കൈലൈൻ അപ്പാർട്ട്മെന്റ്. വെരി ഗുഡ്. പക്ഷേ ഏത് ഫ്ലോറാണെന്ന് അറിയാൻ പറ്റിയില്ല. മീഡിയക്കാരുടെ ഫ്ലാറ്റ് ഏതെങ്കിലും ഉണ്ടെന്ന് ആദ്യം അന്വേഷിക്കാം. ഉണ്ടെങ്കിൽ അത് ആദ്യം സെർച്ച് ചെയ്യാം. സർ സർ എടാ എടാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. കിട്ടിയ ചാൻസ് മുതലെടുത്ത് നീ എന്നെ വിൽക്കാൻ നോക്കിയല്ലടാ. അത് വിട്. എടാ നിന്റെ ഫോൺ കോൾ വെച്ച് പോലീസ് ലൊക്കേഷൻ ട്രേസ് ചെയ്തു. ഇപ്പൊ സോമനാഥ് സാർ വിളിച്ചു പറഞ്ഞ അവരിപ്പം അങ്ങെത്തും. വേഗം മുങ്ങിക്കോ. ഈ നേരത്തിന് എങ്ങോട്ട് മുങ്ങാൻ? തൽക്കാലം അവിടെ നിന്ന് ചാട്. വേറൊരു സ്ഥലം ഒപ്പിച്ചിട്ട് ഞാൻ വിളിക്കാം. എന്താ? എങ്ങോട്ടാ? പോലീസ് ഈ സ്ഥലം ട്രേസ് ചെയ്തു. എപ്പോ വേണേലും ഇങ്ങോട്ട് വരാം. ദൈവമേ, ഒരു മിനിറ്റ്, ബാത്റൂം പോയിട്ട് പോരാ.